ഞാൻ പെരുമ്പാവൂർ സബ് ഇൻസ്പെക്ടറായിരിക്കെ മൂവാറ്റുപുഴ നടന്ന ജോസഫ് സാറിൻ്റെ കൈവെട്ട് കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിലൊന്ന് ഉൾപ്പെടാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായി. ഞാൻ ഈ സംഭവം നടക്കുന്ന കാലത്ത് പെരുമ്പാവൂരെ സബ് ഇൻസ്പെക്ടറായിരുന്നു. പോലീസ് സ്റ്റേഷനുകളിൽ ഓരോ ജില്ലയിലും രാവിലെ റോൾ കോൾ സാട്ട, വയർലെസ് സാട്ട എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അത് ജില്ലയിലെ പോലീസ് മേധാവി, ഡിസ്ട്രിക്ട് സൂപ്രണ്ട് ഓഫ് പോലീസ് വയർലെസ് സെറ്റിൽ കൂടി എല്ലാ പോലീസ് സ്റ്റേഷനിലെയും സബ് ഇൻസ്പെക്ടർമാരെയും അതുപോലെ തന്നെ എല്ലാ സർക്കിൾ ഇൻസ്പെക്ടർമാരും എല്ലാ DYSPമാരും അറ്റൻഡ് ചെയ്യുന്ന ഒരു കേസിനെക്കുറിച്ചുള്ള വിവരങ്ങളും അതുപോലെ അന്നന്നത്തെ നിർദ്ദേശങ്ങൾ നൽകുന്ന കേസിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്ന ഒരു പോലീസിനെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പോലീസിൻ്റെ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വയർലെസ് സെറ്റ്. വയർലെസ് സെറ്റ് രഹസ്യ വിവരങ്ങൾ പാസ് ചെയ്യാനുള്ള കാര്യങ്ങളല്ല. വയർലെസ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും സഹായം ചെയ്യുന്നൊരു കാര്യമാണ്. വയർലെസ് സെറ്റിൽ കൂടി നമുക്ക് ഒരു ജില്ലയിൽ എന്ത് നടക്കുന്നുള്ള കാര്യം എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. മിക്കവാറും പല കുറ്റകൃത്യങ്ങളും പെട്ടെന്ന് പോലീസിനെ ക്വിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നത് ഈ വയർലെസ് സെറ്റ് സംവിധാനമുള്ളതാണ്. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സ്നാച്ചിങ്, ഒരു മാല പറിച്ച ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അതപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരം കിട്ടിയാൽ ആ സമയം തന്നെ വയർലെസ് സെറ്റിൽ കൂടി അത് എല്ലാ പോലീസ് സ്റ്റേഷനിലും അറിയിക്കും. ഞാൻ ഈ മിസ്സിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ മിസ്സിങ് കേസ് ഞാൻ കുറേ മിസ്സിങ് കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട്. അതിൽ ഒരു 12 വയസ്സുള്ള ഒരു കുട്ടിയെ കാണാതെ പോയ ഒരു സംഭവത്തിലും അതുപോലെ തന്നെ ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു വസ്ത്ര വ്യാപാരിയെ കാണാതെ പോയ സംഭവമുണ്ട്. അത് രണ്ടും ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. പക്ഷേ ഒരു മിസ്സിങ് കേസ് പോലീസ് സ്റ്റേഷനിൽ വന്നാൽ അതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ചെയ്യേണ്ട കാര്യമാണ് വയർലെസ് സെറ്റ്. സാധാരണ എൻ്റെ അഭിപ്രായത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിങ് കേസുമായിട്ട് ഒരാൾ റിപ്പോർട്ട് ചെയ്താൽ പോലീസ് സ്റ്റേഷനിൽ ചെയ്യുന്ന ചില പ്രവർത്തികളെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ വന്ന ആളുടെ മൊഴിയെടുക്കാൻ വേണ്ടിയിരിക്കും. നിയമപരമായി അതാണ് ശരി, മൊഴിയെടുത്ത് കേസെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ വന്നയാളുടെ ആവശ്യം അതായിരിക്കില്ല. വന്നയാൾക്ക് ഏറ്റവും പെട്ടെന്നുള്ള ആക്ഷനാണ് വേണ്ടത്. അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാറുണ്ട്, അവർ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഈ ആളെക്കുറിച്ച് ഈ കാണാതായ ആളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അപ്പോൾ തന്നെ വയർലെസ് സെറ്റിൽ കൂടി എല്ലാ പോലീസ് സ്റ്റേഷനിലും അറിയിക്കണം. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ പോലീസ് സ്റ്റേഷനിലും അറിയിക്കണം. അതുപോലെ തന്നെ വയർലെസ് സെറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഇതുമുണ്ട്, വയർലെസ് കൺട്രോൾ. ഈ കൺട്രോളാണ് എല്ലാ വിവരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഈ കൺട്രോളിലും ഈ വിവരം അറിയിക്കണം. കൺട്രോളിൽ വിവരം അറിയിച്ചാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കൺട്രോളിന് ഈ വിവരം എല്ലാ ജില്ലകളിലും അറിയിക്കാൻ പറ്റും. ഒരു സാധാരണ പോലീസ് സ്റ്റേഷനിലെ വയർലെസ് സെറ്റോ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിലിരിക്കുന്ന വയർലെസ് സെറ്റിലോ ഒരു വിവരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ജില്ലയിൽ മുഴുവനേ കേൾക്കാൻ പറ്റുള്ളൂ. മറ്റു ജില്ലകളിലേക്ക് പോകണമെങ്കിൽ അതിന് റിപ്പീറ്ററുകളുണ്ട്. അങ്ങനെ പോലീസിന് വയർലെസ് സെറ്റ് സംവിധാനം എന്ന് പറഞ്ഞാൽ വളരെ വിപുലമായൊരു വയർലെസ് സെറ്റ് സംവിധാനമുണ്ട്. ഇങ്ങനെ വിവരം അറിയിച്ചാലുള്ള ഗുണം എന്താണെന്നാൽ പല മിസ്സിങ് കേസുകളിലും നമ്മൾ ആൾ വരുന്നു, ആളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നു. ആ ശേഖരിച്ചതിന് ശേഷം അപ്പം തന്നെ വിവരങ്ങൾ വയർലെസ് സെറ്റിൽ കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാതായ ആളെ കണ്ടുപിടിക്കാനുള്ള ഒരു വളരെ സഹായകരമായ ഇൻഫർമേഷൻ പല പോലീസ് സ്റ്റേഷനിലും നമുക്ക് എത്തിക്കാൻ പറ്റും. അത് മാത്രമല്ല, ഒരാളെ കാണാതായി എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എത്തുന്ന ഒരാൾക്ക് എന്തൊക്കെയോ പോലീസ് ചെയ്യുന്നു എന്നുള്ള കാര്യം അവർക്ക് അങ്ങനെ ഒരു വിചാരമോ അല്ലെങ്കിൽ ഒരു ബോധ്യമോ വരും. ഞാൻ വയർലെസ് സെറ്റ് സാട്ടയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ സബ് ഇൻസ്പെക്ടറായി നിൽക്കുന്ന ഒരു ദിവസം രാവിലെ വയർലെസ് റോൾ കോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്ന് വിക്രം സാറാണ് എറണാകുളം റൂറൽ SP. അങ്ങനെ വയർലെസ് സെറ്റിൽ പോലീസ് സ്റ്റേഷനുകളിൽ വിളിച്ച് കേസിൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അദ്ദേഹം വയർലെസ് നിർത്തിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് വയർലെസ് സെറ്റിൽ ചില കോൾ സൈൻസൊക്കെ ഉണ്ട്.
അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ പേരല്ല വിളിക്കുന്നത്, അവർക്ക് വയർലെസ് സെറ്റിലുള്ള പേരുണ്ട്. ബ്രാവോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ എന്നാണ് അർത്ഥം. ബ്രാവോ കോതമംഗലത്തിനോട് പെട്ടെന്ന് തന്നെ മൂവാറ്റുപുഴയ്ക്ക് ചെല്ലാൻ അദ്ദേഹം വയർലെസ് സെറ്റുകളുടെ നിർദ്ദേശം നൽകി. അതുപോലെ തന്നെ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാ പോലീസുകാരും നിങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് സംഭവ സ്ഥലത്തേക്ക് എത്തൂ, അതുപോലെ തന്നെ വഴികളെല്ലാം ചെക്ക് ചെയ്യണം, അങ്ങനെ കുറേ നിർദ്ദേശങ്ങൾ നൽകി. അത് കേട്ടുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് അന്നേരം അത്ര മനസ്സിലായില്ല. എന്തോ ഒരു പ്രധാനപ്പെട്ട സംഭവം മൂവാറ്റുപുഴ നടന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ വീട് മൂവാറ്റുപുഴയ്ക്കും പെരുമ്പാവൂരിനും കൃത്യം നടുവിലാണ്. 20 കിലോമീറ്റർ ഉള്ളതിൽ 10 കിലോമീറ്റർ കഴിയുമ്പോഴാണ് എൻ്റെ വീട്. മൂവാറ്റുപുഴയും ഞാൻ പഠിച്ചതാണ്, പെരുമ്പാവൂരും ഞാൻ പഠിച്ചതാണ്. എനിക്ക് ആ രണ്ട് സ്ഥലത്തും ഞാൻ നിരന്തരമായി യാത്ര ചെയ്തുകൊണ്ടിരുന്നതാണ്. എനിക്ക് ആ സ്ഥലങ്ങളെല്ലാം ഏകദേശം കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ മൂവാറ്റുപുഴ എന്തോ ഒരു ഗൗരവമുള്ള കാര്യം നടന്നു എന്നുള്ള കാര്യം വയർലെസ് സെറ്റിൽ മനസ്സിലായി. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വിക്രം സാറ് പറഞ്ഞു, മൂവാറ്റുപുഴ ഒരു കുറ്റകൃത്യം ഉണ്ടായിട്ടുണ്ട്. ആ കുറ്റകൃത്യത്തിന് ഉൾപ്പെട്ടവർ ഒരു വെളുത്ത മാരുതി വാനിൽ അവർ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ റോഡിലിറങ്ങണം, നിങ്ങളെല്ലാം വാഹനങ്ങൾ പരിശോധിക്കണം, വെളുത്ത മാരുതിക്കാർ എല്ലാവരും വളരെ സ്ട്രിക്റ്റായിട്ട് റോഡിലിറങ്ങണം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് അങ്ങനെ നിർദ്ദേശം നൽകി. അപ്പം ഞാൻ ആലോചിച്ച്, ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാഹനം ചെക്ക് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ ആലോചിച്ചു, മൂവാറ്റുപുഴയിൽ നിന്ന് പെരുമ്പാവൂർക്ക് പോരാനുള്ള റോഡുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് മൂവാറ്റുപുഴ പെരുമ്പാവൂർ MC റോഡ് നേരിട്ട് പോരാം, അല്ലെങ്കിൽ മൂവാറ്റുപുഴയിൽ നിന്ന് കുറുപ്പമ്പടി എത്തി നെല്ലിക്കുഴി അങ്ങനെയൊക്കെ കോതമംഗലത്ത് പോകുന്ന റൂട്ടിൽ ആലുവ-മൂന്നാർ റോഡിൽ കൂടിയോ MC റോഡിൽ കൂടിയോ സാധാരണ എല്ലാ ആൾക്ക് വരാം. പക്ഷേ ഈ രണ്ട് സ്ഥലത്തും പോലീസിൻ്റെ പരിശോധനകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഒരു കുറ്റകൃത്യം നടത്തിയതിന് ശേഷം ഒളിച്ചു പോകുന്നവർ ഒരിക്കലും ആ വഴി വരാനുള്ള സാധ്യതകളില്ല. ഓൾഡ് മൂവാറ്റുപുഴ റോഡ് എന്ന് പറഞ്ഞൊരു റോഡുണ്ട്. അത് പെരുമ്പാവൂർ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ കൂടി പോയി MC റോഡിന് പാരലായിട്ട് മലമുറി എന്ന് ഭാഗത്ത് വരെ MC റോഡിന് പാരലായിട്ട് ഒരു 1 കിലോമീറ്റർ അപ്പുറത്തോടെ പാരലായിട്ട് വന്നതിന് ശേഷം അവിടുന്ന് അത് തിരിഞ്ഞ് രായമംഗലം ഈ വഴിയൊക്കെ മൂവാറ്റുപുഴയ്ക്ക് പോകാവുന്ന ഒരു പോക്കറ്റ് റോഡാണ്. അത് മെയിൻ റോഡല്ല, കനാലിൻ്റെ ബണ്ടിൽ കൂടിയൊക്കെയുള്ള റോഡാണ്. പക്ഷേ മൂവാറ്റുപുഴയിൽ നിന്ന് പെരുമ്പാവൂർക്ക് പോരാനുള്ള ഒരു റോഡാണത്. അപ്പം എനിക്ക് അന്നേരം തോന്നി, ആ റോഡിൽ ആ മലമുറി ഭാഗത്തായിട്ട് പോയി കിടക്കാം, വാഹനം വരികയാണെങ്കിൽ അവിടെ പരിശോധിക്കാം എന്ന് പറഞ്ഞത് ഞാനും എൻ്റെ കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ആ സ്ഥലത്ത് പോയി അവിടെ കിടന്നു. അങ്ങനെ കിടക്കുമ്പോൾ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു വെളുത്ത മാരുതി വാൻ അതിൽ വന്നു. അപ്പോൾ ഞാൻ ആ വാഹനം നിർത്തി, കൈ നിർത്തി. അതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. അയാളോട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ഒരു പെരുമ്പാവൂരിൽ കൂടി ഓടുന്ന ഒരു മെയിൻ ബസ്, കുറേ ബസ്സുകളുള്ളതാണ്, ആ ബസ്സിൻ്റെ ഒരു പാർട്ട്ണറാണെന്ന് അയാൾ പറഞ്ഞു. അയാൾ എല്ലാ ദിവസവും ഈ വാഹനം അവിടെ കൊണ്ടിട്ടിട്ട് ബസ്സിൽ കയറി പോവും, ബസ്സിൽ പണിക്കായിട്ട് പോവും, തിരിച്ചു വരുമ്പോൾ ഈ വാഹനമായിട്ട് തിരിച്ചു പോകും, അങ്ങനെയാണ് വരാറുള്ളത്. അയാൾ വലിയ ഒരു സംശയമില്ലാത്ത രീതിയിൽ എന്നോടത് പറഞ്ഞു. ആ സമയത്ത് തന്നെ എനിക്ക് വയർലെസ് സെറ്റുകളിൽ തന്നെ ഒരു മന്ത്രി ആലുവയിൽ നിന്നും ആലുവ-മൂന്നാർ റോഡ് വഴി കോതമംഗലത്തിന് പോയിട്ട് വിവരം കിട്ടി. അങ്ങനെ മന്ത്രിമാർ യാത്ര ചെയ്യുമ്പോൾ അതിനെ പൈലറ്റ് ചെയ്യണം. അപ്പോൾ എന്നോട് പൈലറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഈ വാഹനം വന്ന സ്ഥിതിക്ക് ഈ വാഹനം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇതിൻ്റെ നമ്പറൊന്ന് കുറിച്ച് വെച്ച് നമ്മളൊന്ന് പരിശോധിച്ചതായിട്ട് കാണിച്ചതിന് ശേഷം വിടാം എന്നുള്ള രീതിയിൽ ഞാൻ അയാളുടെ വാഹനത്തിൽ അയാളുടെ കൂട്ടത്തിൽ കയറി എൻ്റെ പോലീസ് ജീപ്പ് പുറകിലുമായിട്ട് ഞങ്ങൾ മലമുറിയിൽ നിന്ന് പെരുമ്പാവൂർ ജംഗ്ഷനിലെത്തി. ജംഗ്ഷനിൽ നിന്ന് ഒരു 50 മീറ്റർ മുന്നോട്ട് പോകുമ്പോഴാണ് ഇടത് സൈഡിലേക്ക് കയറി പോലീസ് സ്റ്റേഷനിൽ കയറണം. അങ്ങനെ ആ പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴിയിൽ കൂടി ഞാൻ ഈ വണ്ടിയിലിരുന്ന് പോകുന്നു, അതിൻ്റെ പുറകിലായിട്ട് പോലീസ് ജീപ്പ് വരുന്നു. അപ്പോൾ അതിൻ്റെ നേരെ എതിർവശത്തോടെ അന്നത്തെ പെരുമ്പാവൂർ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന GD വിജയകുമാർ സാറ്, അദ്ദേഹം റോഡിലായിരുന്നു. അദ്ദേഹം റോഡിൽ നിന്ന് അവിടുന്ന് ഞാൻ ഈ വാഹനമായിട്ട് കയറി വന്നുകൊണ്ട് അദ്ദേഹവും ജീപ്പിൽ കയറി എൻ്റെ പുറകെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. അവിടെ വന്ന് അപ്പോൾ അദ്ദേഹം ഈ വാഹനം ഞാൻ എന്തിനാണ് കൊണ്ടുവന്നതെന്നുള്ള കാര്യം അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വന്ന വഴി തന്നെ ഈ വാഹനം കൃത്യമായിട്ട് പരിശോധിച്ചു. അപ്പം ഞാൻ ഡ്രൈവറുടെ സൈഡിൽ ഇരുന്നാണ് ഇയാളോട് കാര്യങ്ങൾ ചോദിക്കുകയും ഇയാൾ കാര്യങ്ങൾ പറയുകയും ചെയ്തത്. അപ്പോൾ ആ ഡ്രൈവറുടെ സൈഡ് മാത്രമേ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്
വിജയകുമാർ സാറ് ആദ്യം വന്ന് നോക്കിയത്. അപ്പോൾ അവിടെ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ അവിടെ ചുവപ്പ കളറിൽ ചോര ഇങ്ങനെ തുടച്ച പോലെ ഒരു ചെറിയ പാട് അതിൻ്റെ അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അദ്ദേഹവും എന്നെ ഇത് കാണിച്ചു തന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഈ വണ്ടിയിൽ വന്ന ഡ്രൈവറെ ഉള്ളിൽ കൊണ്ടുവന്ന് അയാളോട് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ ആദ്യം ഈ കാര്യമൊന്നും സമ്മതിച്ചില്ല. പിന്നീട് അയാൾ പറഞ്ഞു മൂവാറ്റുപുഴ എന്തോ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഈ വാഹനം കൊണ്ടുപോകാൻ വേണ്ടിയാണ് എന്നെ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കും ശരിക്കും മൂവാറ്റുപുഴ നടന്നിരിക്കുന്ന കുറ്റകൃത്യം എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലായിരുന്നു. അങ്ങനെ അപ്പോൾ തന്നെ ഞങ്ങൾ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദിച്ചു. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോഴാണ് സംഭവം ഇത്ര ഗൗരവതരമായൊരു കുറ്റകൃത്യമാണെന്നും അതിന് അവിടെ ആ കുറ്റകൃത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ നിന്ന് വന്ന പ്രൊഫസറെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറുന്ന ആ വഴിയുടെ അവിടെ വെച്ച് തടഞ്ഞു നിർത്തി വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൈ വെട്ടി മാറ്റുകയും അത് തടയാൻ വന്ന അദ്ദേഹത്തിൻ്റെ അമ്മ ആ വണ്ടിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതിനെ തടയാൻ വന്ന മകനെ അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് നിർമ്മല പബ്ലിക് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് അതൊരു 10-15 അടി താഴെയാണ്. അങ്ങോട്ട് എടുത്ത് തള്ളി താഴെ ഇടുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ആ വാഹനത്തിലുള്ള പ്രതികൾ രക്ഷപ്പെട്ടത്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അപ്പോൾ അങ്ങനെ വളരെ ഗൗരവകരമായൊരു കുറ്റകൃത്യം ആയതുകൊണ്ടും അത് നേരിട്ട് അന്വേഷിക്കേണ്ടത് ഞങ്ങളും അല്ലാത്തതുകൊണ്ടും പെരുമ്പാവൂർ പോലെ ഒരു പട്ടണമായതുകൊണ്ടും എത്രയും പെട്ടെന്ന് ഈ പ്രതിയെ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ഈ കൂടെയുള്ള ആളുകളെ, പ്രതിയെന്ന് പറയാൻ പറ്റില്ല, ഈ കൂടെയുള്ള ആളുകളെ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്യിക്കുന്നതാണ് നല്ലതെന്ന് വിജയകുമാർ സാറും ഞാനും തീരുമാനിച്ചു. അപ്പോൾ തന്നെ ഞങ്ങൾ ഇയാളുമായിട്ട് വണ്ടിയുമായിട്ട് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെത്തി. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ അന്നേരം എറണാകുളം ജില്ലയിലെ എല്ലാ മേലുദ്യോഗസ്ഥന്മാർ, SP അടക്കമുള്ള ആളുകളെല്ലാവരും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് അവിടെ ഏൽപ്പിച്ചു. പിന്നീട് അയാളുടെ അന്വേഷണത്തിൽ നിന്നാണ് ഈ കുറ്റകൃത്യം നടത്തിയവരെക്കുറിച്ചുള്ള സൂചനകൾ കിട്ടിയത്. അങ്ങനെ സൂചനകൾ കിട്ടിയത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ അതിനകത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ആരാണെന്ന് മനസ്സിലാക്കാനുമൊക്കെ പെട്ടെന്ന് സാധിച്ചത്. അങ്ങനെ പെട്ടെന്ന് സാധിച്ചില്ലായിരുന്നെങ്കിൽ കുറേ അന്വേഷണങ്ങൾക്കിടയിൽ അതിൽ ഈ സംഘടനയ്ക്കോ അല്ലെങ്കിൽ ഇന്ന ആളുകൾക്കൊക്കെ ഇതിനകത്ത് ബന്ധമുണ്ടെന്ന് മനസ്സിലായാൽ പോലും ആ കേസിലേക്ക് അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുവരാൻ ബുദ്ധിമുട്ടിയതിനെ വളരെ പ്രതിരോധം അതിനകത്ത് തീർക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേനെ. ഇത് ഒരു കോടതിയെയും അതുപോലെ തന്നെ പൊതു സമൂഹത്തെയൊക്കെ ബോധിപ്പിക്കാൻ പറ്റുന്ന തെളിവുകൾ പെട്ടെന്ന് കളക്ട് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ കളക്ട് ചെയ്യാൻ സാധിച്ചുകൊണ്ടാണ് ആ കേസിൻ്റെ അന്വേഷണം വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോയത്. അതില്ലായിരുന്നെങ്കിൽ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അത് തിരിച്ച് ഒരു പെരുമ്പാവൂർ സ്റ്റേഷനിലെ SHO എന്ന നിലയ്ക്ക് ഞാനും സർക്കിൾ ഇൻസ്പെക്ടറും തന്നെയാണ് അതിനകത്ത് അനുഭവിച്ചത്. എന്താണ് ഉണ്ടായതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇയാളെ അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതിന് ശേഷം അയാളെ ആദ്യം ചോദ്യം ചെയ്തതിന് ശേഷം അയാൾ പോയി എന്ന് പറയുന്ന റൂട്ട് പരിശോധിച്ച് അതിൻ്റെ നമ്പർ പ്ലേറ്റ്, ആ വാഹനം ആദ്യം ഉപയോഗിച്ചിരുന്ന നമ്പർ പ്ലേറ്റ് SP വിക്രം സാറ് സാട്ട നടത്തുമ്പോൾ അദ്ദേഹം വയർലെസ്സിൽ കൂടി പറഞ്ഞ ഒരു നമ്പർ പ്ലേറ്റ് ഉണ്ട്. ആ നമ്പർ പ്ലേറ്റ് അല്ലായിരുന്നു ഞാൻ വാഹനം പരിശോധിക്കുമ്പോൾ വണ്ടിയിലുണ്ടായിരുന്നത്. ഞാൻ ഈ നമ്പർ പ്ലേറ്റ് കണ്ടിട്ടല്ല പരിശോധന നടത്തിയത്. പക്ഷേ ഈ നമ്പർ പ്ലേറ്റ് ഈ പോരുന്ന വഴിയിൽ കനാലിൻ്റെ ബണ്ടിൽ നിന്നും ഈ വാഹനത്തിലുണ്ടായിരുന്നയാൾ അത് ഊരി താഴത്തേക്ക് എറിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഈ കുറ്റകൃത്യം നടക്കുന്നതിന് മുമ്പ് തന്നെ 2 നമ്പർ പ്ലേറ്റുകൾ പിടിപ്പിച്ചിട്ടായിരുന്നു അത് കുറ്റകൃത്യത്തിന് ഉപയോഗിച്ചത്. അപ്പോൾ പകുതി വഴി എത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ നമ്പർ പ്ലേറ്റ് പൊട്ടിച്ച് പുറത്തേക്ക് എറിഞ്ഞു. അങ്ങനെ പുറത്തേക്ക് എറിഞ്ഞതിന് ശേഷമാണ് അയാൾ വന്നത്. അപ്പോൾ ആ നമ്പർ പ്ലേറ്റ് പോകുന്ന വഴിയിൽ ആ വഴി പരിശോധിച്ച് ആ നമ്പർ പ്ലേറ്റ് കണ്ടെത്താൻ എന്നോട് നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ ഞാൻ ആ നമ്പർ പ്ലേറ്റ് അന്വേഷിച്ച് അങ്ങനെ വന്ന് ഞാൻ വീണ്ടും പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലെത്തി. അപ്പോൾ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ നമ്പർ പ്ലേറ്റ് കിട്ടിയിരുന്നു. അങ്ങനെ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം ഞാൻ വാഹനം പിടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആളെ ചോദ്യം ചെയ്തിട്ട് അയാളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളനുസരിച്ച് കാലടിയിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം
ഒരു അല്പം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആ പാർട്ടിയായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു പ്രതിഷേധ പ്രകടനം പെരുമ്പാവൂർ ടൗണിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ ആ സമയത്ത് അധികം പോലീസുകാരില്ല. അപ്പോൾ പ്രകടനം സാധാരണയിൽ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ തുടങ്ങുന്നത് ഗവൺമെൻറ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ആരംഭിക്കും. അങ്ങനെ ആരംഭിച്ചതിന് ശേഷം അവർ ടൗണിൽ നിന്ന് ആലുവ റൂട്ടിലേക്ക് നടന്ന് പാലക്കാട്ട് താഴം എന്ന് പറഞ്ഞാൽ ആ ഭാഗം വരെ പോയതിന് ശേഷം തിരിച്ചു വരും. തിരിച്ചു വന്നതിന് ശേഷം മെയിൻ ബസ് സ്റ്റോപ്പുണ്ട്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡിൽ വെച്ച് അവസാനിപ്പിക്കും. ഇങ്ങനെയാണ് സാധാരണ പ്രകടനങ്ങൾ നടക്കുമ്പോൾ ഒരു റൂട്ട് നടത്തുക. അതിൻ്റെ കൂടെ പോലീസ് ഉണ്ടാവും, അവർ പ്രകടനം നടത്തും, അങ്ങനെ പോകും. ഈ പ്രകടനം ഗവൺമെൻറ് ആശുപത്രിയുടെ അവിടുന്ന്, പെരുമ്പാവൂർ ഗവൺമെൻറ് ആശുപത്രിയുടെ നിന്ന് ആരംഭിച്ചതിന് ശേഷം നേരെ കാലടി ജംഗ്ഷനിലെത്തി ആലുവ മൂന്നാർ റോഡും എം സി റോഡും ക്രോസ് ചെയ്ത് പോകുന്ന കാലടി ജംഗ്ഷനിലെത്തിയതിന് ശേഷം സാധാരണയെ പോലെ അല്ലാതെ നേരെ അവർ വലത്തോട്ട് തിരിയാമെന്നുണ്ടെങ്കിൽ കാലടി റൂട്ടിലേക്ക് തിരിഞ്ഞു. അവിടുന്ന് തിരിഞ്ഞ് 50 മീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്കുള്ള റൂട്ടാണ്. അങ്ങനെ അവരവിടുന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ വന്ന് അവർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു തുടങ്ങി. പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഉപരോധിക്കുന്ന പോലീസ് സ്റ്റേഷനല്ല, അന്ന് പോലീസ് സ്റ്റേഷൻ്റെ മുകളിൽ പ്രവർത്തിച്ചു വരുന്ന DYSP ഓഫീസാണ്. കാലടി പോലീസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ വാഹനം പിടിച്ചതിന് ശേഷം കിട്ടിയ വിവരപ്രകാരം അറസ്റ്റ് ചെയ്ത ഒരാളുടെ കാലടി പോലീസ് സ്റ്റേഷനിലാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കാലടി പോലീസ് സ്റ്റേഷൻ ഉൾപ്പെട്ട് വരുന്ന DYSPയുടെ ഓഫീസ് എന്നുള്ള രീതിയിലാണ് ഈ പ്രതിയെ വിട്ടയക്കണം. ഈ പ്രതിയെ വിട്ടയക്കാതെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരെയും ഉള്ളിലേക്ക് കയറ്റാനും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ആർക്കും പുറത്തേക്ക് പോകാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവർ ആ പോലീസ് സ്റ്റേഷൻ പൂർണ്ണമായിട്ട് ഉപരോധിച്ചു. സാധാരണ ഉണ്ടായിരുന്നതിനെ കൂടുതൽ ആളുകൾ വെച്ച് കംപ്ലീറ്റ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. അതിനുശേഷം ആ സമയത്ത് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ അധികം പോലീസുകാരില്ല. പക്ഷേ വിവരങ്ങളറിഞ്ഞ് പല പോലീസ് സ്റ്റേഷനിൽ നിന്നും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും കൃത്യമായിട്ട് വിവരങ്ങൾ അറിയിക്കാൻ പറ്റുന്ന വയർലെസ് സെറ്റ് വഴി എല്ലാ പോലീസ് സ്റ്റേഷൻ ചുറ്റുപാടുമുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ പോലീസുകാർ വിവരം അറിഞ്ഞ് അവിടെ നിന്ന് ഡ്യൂട്ടിക്ക് വന്ന് അങ്ങനെ അവിടെ പ്രതിരോധം നടത്തിയിരിക്കുന്ന ആളുകളുടെ ഒരു കാഭാവെങ്കിലും പോലീസ് എത്തിയതിന് ശേഷമാണ് പോലീസിന് ഒരു ബലപ്രയോഗത്തിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് സാധാരണ നമ്മളൊരു കണക്ക്. 10 പേരുണ്ടെങ്കിൽ ഒരു 2-3 പേര് മതി പോലീസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അത്രയും പേര് വേണം. 10 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ വെച്ച് പ്രതിരോധിക്കാൻ പറ്റില്ല. അങ്ങനെ ആവശ്യത്തിന് പോലീസുകാർ വന്നതിന് ശേഷം രാത്രി 9 മണിയൊക്കെ ആയപ്പോൾ ബലമായി അവിടുന്ന് ആളുകളെ അവരെ അറസ്റ്റ് നിൽക്കുകയും അതിന് കേസെടുക്കുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞത് ആ പ്രതിരോധം പിന്നീട് അയഞ്ഞു വന്നു. അതെന്താ കാര്യം എന്നുണ്ടെങ്കിൽ പൊതുസമൂഹത്തിനും അതുപോലെ തന്നെ നിയമ സംവിധാനങ്ങൾക്കും കോടതികൾക്കും ഒക്കെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന തെളിവുകൾ ഈ കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് വയ്ക്കാൻ പറ്റി. അതുപോലെ തന്നെ ആ അന്വേഷണം നടത്തി കോടതിയിൽ അത് വിചാരണ നടത്തി പ്രതികളെ ശിക്ഷിക്കുകയൊന്നും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വാഹനം കിട്ടിയിരുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസിലൊരു തെളിവുമായിട്ട് മുന്നോട്ട് പോകാൻ പോലീസിന് സാധിക്കാതെ ഒരു സാഹചര്യം വന്നതന്നെ. സംശയങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ ഇന്ന ആളുകൾ ഉൾപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കാം. പക്ഷേ അതൊന്നും ഒരു ബോധ്യപ്പെടുത്താവുന്ന തെളിവുകളായിട്ട് കോടതിക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഒരു നിമിത്തം പോലെ ആ വാഹനം പോലീസിൻ്റെ പിടിയിലായി. അതിനെ തുടർന്ന് അതിൻ്റെ അന്വേഷണങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയും അതിൽ കുറ്റക്കാരായ ആളുകളെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ വരികയും ചെയ്തു. അപ്പോൾ അങ്ങനൊരു ഇതിൽ ഭാഗഭാക്കാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ജോസഫ് സാറിൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, ഞാൻ വാഹനം പിടിച്ച കാര്യം എഴുതിയിട്ടുണ്ട്. ആ കേസിൻ്റെ വിചാരണയിൽ സാക്ഷിയായിട്ട് ഞാൻ കോടതി മുമ്പാകെ തെളിവ് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനം ഈ കുറ്റകൃത്യം നടന്നതിന് ശേഷം ഉദ്ദേശം 1/2 മണിക്കൂറിനുള്ളത് പെരുമ്പാവൂരെത്തിയിരുന്നു. ആ വാഹനം അവരുടെ ആ വാഹനം ഡിസ്പോസ് ചെയ്യാൻ തീരുമാനിച്ചവരുടെ ലക്ഷ്യപ്രകാരം അത് പെരുമ്പാവൂരെത്തിയാൽ ഉടൻ തന്നെ ആ വാഹനം ഇവിടുന്ന് മാറ്റപ്പെടുമായിരുന്നു. അത് ഓടിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനത്തിൻ്റെ ഉള്ളിൽ കയറ്റിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മറച്ചിട്ടതിന് ശേഷം അത് ഈ വാഹനം ഡിസ്മാൻഡിൽ ചെയ്ത് കളയാനായിരുന്നു. ആ വാഹനം തെളിവ് അവശേഷിപ്പിക്കാതെ പിന്നെ അങ്ങനെ ഒരു വാഹനം കണ്ടെത്താൻ സാധിക്കില്ലായിരുന്നു. ആ കൃത്യസമയത്ത് പോലീസിൻ്റെ പിടിയിൽ ഈ വാഹനം എത്തിയിരുന്നില്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിനുള്ള ഉൾപ്പെട്ട ഒരു പ്രധാനപ്പെട്ട തെളിവ് ഒരിക്കലും കണ്ടെത്താൻ പറ്റാത്തൊരു സാഹചര്യം വരികയായിരുന്നു.
ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കേസിൽ ഉൾപ്പെട്ട പല കാര്യങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. ഈ കാറ് പൊളിച്ചു പോയിരുന്നെങ്കിൽ, ഈ മാരുതി വാൻ പൊളിച്ചു പോയിരുന്നെങ്കിൽ പിന്നെ അത് തെളിവായിട്ട് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരുന്നു. അത് മാത്രമല്ല, ഈ വാഹനം കിട്ടിയതുകൊണ്ട് മാത്രമാണ് പല കാര്യങ്ങളിലെയും പ്രതികളിലേക്കും അതുപോലെ തന്നെ അതിലുപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ചും അതിൻ്റെ പദ്ധതികളെക്കുറിച്ചും ഒക്കെ ഉള്ള വിവരങ്ങൾ, ഈ വാഹനം കിട്ടി, ആ വാഹനം ആര് വാങ്ങി, ആ വാഹനം ആർക്ക് കൊടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തിയാണ് അതിലെ ബന്ധപ്പെട്ട ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ വന്നത്. ഈ വാഹനം കിട്ടാതെ വന്നിരുന്നെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം, യാതൊരു സൂചനകളും ഈ കേസിലെ പ്രതികളെക്കുറിച്ച് കിട്ടാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ അത് നമുക്ക് കോടതിയുടെ മുന്നിലോ അല്ലെങ്കിൽ പൊതുജന മധ്യത്തിലോ തെളിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകൾ കിട്ടാൻ താമസങ്ങൾ വന്നേനെ. കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പോലീസിൻ്റെ അന്വേഷണം ഇതാണ്. പല രീതിയിലും അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യത്തിൽ നിന്നുള്ള തെളിവുകൾ കണ്ടെത്താൻ നമ്മുടെ കേരള പോലീസിന്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കേരള പോലീസിന് സാധിച്ചിട്ടുണ്ട്. അത് ഇനിയും സാധിക്കും. അത് ചെയ്തേനെ. പക്ഷേ ഇത്ര വേഗത്തിൽ നടപടികൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടായിരുന്നു. ഈ പൊന്തക്കാടുകളിലൊക്കെ ചിലപ്പോൾ പിള്ളേരൊക്കെ ചെന്ന് ഇരിക്കാറുണ്ട്. പോയി ഇരിക്കുന്നത് ശരിയായ കാര്യത്തിനല്ല. പക്ഷേ ഇന്ന് ഈ സംഭവത്തിലുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവിടെ പോയി സാധാരണ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന 1-2 കുട്ടികൾ, പയ്യന്മാരാണ്. അവരവിടെ അതിൽ കൂടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഞരക്കം കേട്ടു, ചെറിയ കരച്ചിൽ പോലെ കേട്ടു. അങ്ങനെ അവർ പെട്ടെന്ന് അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ അവിടെ വിവസ്ത്രയായിട്ട്, വസ്ത്രമൊന്നുമില്ലാതെ അവരവിടെ കിടക്കുന്നുണ്ട്. അവർക്ക് പരിക്കുകളുണ്ട്.